സ്വയം പര്യാപ്ത ഇന്ത്യ എന്നതിലേക്കുള്ള നമ്മുടെ യാത്രയിൽ വളരെ നിർണായകമായിട്ടുള്ള മറ്റൊരു തുടക്കം കൂടി. ഈ സെമി കണ്ടക്ടർ രംഗത്തുള്ള പുതിയ നീക്കങ്ങൾ ലോകം ശ്രദ്ധയോടെ തന്നെയാണ് കാണുന്നത്. ഇന്ത്യ സെമി കണ്ടക്ടർ ഉൽപാദന രംഗത്ത് ഒരു മുൻനിര രാജ്യമാകാനായിട്ട് നടത്തുന്ന ശ്രമങ്ങളുടെ പിന്നാലെ ഇപ്പോൾ വിമാന നിർമ്മാണത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. രാജ്യത്ത് വിമാന നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡുവാണ്. വിമാന നിർമ്മാണത്തിൽ ഇന്ത്യയെ ലോക നേതൃത്വത്തിലാക്കുകയാണ് ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ പ്രത്യേക സംഘം രൂപീകരിക്കാൻ പദ്ധതിയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇന്ത്യൻ വിമാന കമ്പനികൾ ഉപയോഗിക്കുന്ന എല്ലാ വിമാനങ്ങളും ബോയിങ് അല്ലെങ്കിൽ എയർബസ് കമ്പനികളുടേതാണ്. എന്നാൽ ഇതിന് മാറ്റമുണ്ടാക്കാനും ഇന്ത്യയിൽ ആഭ്യന്തരമായി വിമാനങ്ങൾ നിർമ്മിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതുവഴി കോടികളാണ് രാജ്യത്തിന് നേട്ടമായിട്ട് ലഭിക്കുക. കൂടാതെ വ്യോമയാന മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്യും. വിമാന നിർമ്മാണ സാങ്കേതിക വിദ്യ അറിയാത്ത കമ്പനികൾ ഇപ്പോൾ എഞ്ചിൻ പോലുള്ള പ്രധാന ഭാഗങ്ങൾക്കായിട്ട് വിദേശ കമ്പനികളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രതിസന്ധികളെല്ലാം മറികടന്നാണ് വിമാന നിർമ്മാണത്തിലേക്ക് ചുവടുവയ്ക്കാനുള്ള സർക്കാർ തീരുമാനം. നിർമ്മാണത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായാൽ അത് കണ്ടെത്തി മറികടക്കുക എന്നതായിരിക്കും SPV സംഘത്തിന്റെ ലക്ഷ്യം. സർക്കാരിന്റെ ഈ ലക്ഷ്യത്തിൽ HALഉം നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഈ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള പരിചയം മുതൽക്കൂട്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിൽ ഇത്തരത്തിൽ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിൽ മുൻനിരയിലുള്ള ഫ്രാൻസ്, അതുപോലെ US, ജർമ്മനി പോലെയുള്ള രാജ്യങ്ങൾക്കൊപ്പം എത്തുക, അല്ലെങ്കിൽ അതുക്കും മേലെ പോവുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. നമ്മളെക്കാൾ വളരെയധികം സമ്പന്നമായിട്ടുള്ള രാജ്യമാണ് ചൈന. ചൈന പോലും 2023 അവരുടെ ആദ്യമായിട്ടുള്ള ഒരു പാസഞ്ചർ പ്ലെയിന് നിർമ്മിക്കുന്നത്. 2023 അവർ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നത്. ഇപ്പോഴും മറ്റ് രാജ്യങ്ങൾ നിർമ്മിക്കുന്ന എയർക്രാഫ്റ്റുകളാണ്, പാസഞ്ചർ ഫ്ലൈറ്റുകളാണ് പ്രധാനമായിട്ടും അവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ അവർ തദ്ദേശീയമായിട്ട് നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ വർഷം മുതൽ. അപ്പൊ അവർക്ക് പോലും ഇത്രയും സമയമെടുത്തു. എന്നാൽ ഇന്ത്യ ചൈന ഇതിന് തയ്യാറെടുക്കുന്നതിനും മുമ്പ് തന്നെ ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ചൈന അവരുടെ GDP 15 ട്രില്യൺ ക്രോസ് ചെയ്തതിനു ശേഷമാണ് തദ്ദേശീയമായിട്ടൊരു പാസഞ്ചർ പ്ലെയിൻ നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. എന്നാൽ ഇന്ത്യ 5 ട്രില്യൺ GDP പോലും ആകുന്നതിന് മുമ്പ് തന്നെ തദ്ദേശീയമായിട്ട് പാസഞ്ചർ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ പ്ലെയിനുകൾ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.